ഹലോ ഫ്രണ്ട്സ്, കഴിഞ്ഞ ഒരു 4-5 വർഷങ്ങൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ UK റിക്രൂട്ട് മാമാങ്കമായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. കാരണം ധാരാളം ആൾക്കാരാണ് ഈ ഒരു കാലയളവിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും UK എത്തിച്ചേർന്നത്. അപ്പം ഇങ്ങനെ വന്ന ആൾക്കാരിൽ ചില വ്യാജന്മാരും കടന്നുകൂടിയിട്ടുണ്ട് എന്നുള്ള വാർത്തകൾ പിന്നീട് പുറത്തു വരുത്തരുത്. ആഫ്രിക്കൻ രാജ്യങ്ങളായിട്ടുള്ള സിംബാബ്വെ, അതുപോലെ തന്നെ നൈജീരിയ തുടങ്ങിയ രാജ്യങ്ങളിൽ ധാരാളം നേഴ്സുമാർ അതുപോലെ തന്നെ വ്യാജ സർട്ടിഫിക്കറ്റുമായിട്ട് UK എത്തി ഇവിടുത്തെ NHS ഹോസ്പിറ്റലുകളിൽ ജോലി ചെയ്യുന്നുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. അതേപോലെ തന്നെ ഇന്ത്യയിൽ നിന്ന് IELTS OET ഒക്കെ ഇതേപോലെ തന്നെ ഫേക്ക് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ അല്ലെങ്കിൽ ഇതേപോലെ തന്നെ വ്യാജന്മാർ നടത്തിക്കൊണ്ടിരുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്ന് ഇങ്ങനെ പൈസ കൊടുത്ത് പാസ്സായിട്ട് UK എത്തിയിട്ടുള്ള കഥകളും ഇങ്ങനെ UK നല്ല രീതിയിൽ പ്രചരിക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന് ഇപ്പോൾ റിക്രൂട്ട്മെന്റുകൾ തൽക്കാലം നിർത്തിവെച്ചിരിക്കുകയാണ്. അതിനുശേഷം നമ്മൾ കണ്ടതാണ് ഈ പറയുന്ന ആഫ്രിക്കൻ രാജ്യങ്ങളായ നൈജീരിയയിൽ നിന്നും സിംബാബ്വെ ഒക്കെ ഒരു റെഡ് ലിസ്റ്റിലേക്ക് ഉൾപ്പെടുത്തി അവിടെ നിന്നുള്ള റിക്രൂട്ട്മെന്റുകളൊക്കെ തൽക്കാലം നിർത്തിവെച്ചിരിക്കുന്നു. ഇന്ത്യയിൽ നിന്നുള്ള റിക്രൂട്ട്മെന്റുകൾ ഇപ്പോഴും തുടരുന്നുണ്ട്. തൽക്കാലം ഇവിടെ റിക്രൂട്ട്മെന്റുകൾ എല്ലാം നിർത്തി വെച്ചിരിക്കുകയാണ്. എന്നിരുന്നാലും ഒരു പക്ഷെങ്കിലും ഒരു സമയത്ത് റിക്രൂട്ട്മെന്റുകൾ തുടരുമ്പോൾ ഇന്ത്യയെ പരിഗണിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ നാട്ടിൽ നിന്നും UK എത്തി ഇവിടുത്തെ ഒരു ഹോസ്പിറ്റലിൽ റേഡിയോഗ്രാഫറായിട്ട് ജോലി നേടി ഏകദേശം 23 വർഷത്തെ പ്രവൃത്തി പരിചയം എക്സ്പീരിയൻസ് ഉണ്ട് എന്ന് കാട്ടിക്കൊണ്ടാണ് ഈ ഒരു ധാരാളം റിക്രൂട്ട്മെന്റുകൾ നടന്ന സമയത്ത് എങ്ങനെയോ UK കടന്നുകൂടി ഇവിടുത്തെ ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുക. ഇപ്പോഴ് അവരുടെ സർട്ടിഫിക്കറ്റ് വ്യാജമായിരുന്നു. അവർക്ക് ആ ഒരു റേഡിയോഗ്രാഫിയിൽ എക്സ്പീരിയൻസോ അല്ലെങ്കിൽ അതിലെന്തെങ്കിലും പ്രാവീണ്യമോ ഇല്ല എന്ന് ഇപ്പോഴ് തെളിയിക്കുകയും ചെയ്തത്. നമുക്കറിയാലോ, ഇങ്ങനെയുള്ള വലിയ റിക്രൂട്ട്മെന്റുകളൊക്കെ നടക്കുമ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർ എങ്ങനെ UK എന്ന് പറയുന്ന ഈ രാജ്യത്തേക്ക് ഇങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് വേണ്ടി ജോലിക്ക് വരുന്നു എന്നുള്ളത് തന്നെ ഒരു വലിയ അതിശയമാണ്. കാരണം നമുക്കറിയാം, ഇവിടുത്തെ റിക്രൂട്ട്മെന്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ സർട്ടിഫിക്കറ്റുകളും നോക്കി, നമ്മുടെ എക്സ്പീരിയൻസ് നോക്കി, അതുപോലെ 2-3 പ്രാവശ്യം റിക്രൂട്ട്മെന്റുകളൊക്കെ നടന്ന് എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് NHS ഹോസ്പിറ്റലുകളിലൊക്കെ ഒരു നേഴ്സായിട്ടൊക്കെ ജോലി കിട്ടുന്നതും വലിയ രീതിയിൽ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ മാത്രമാണ് ആ ഒരു ജോലി നമുക്ക് ലഭിക്കുന്നതും. അപ്പം അങ്ങനെയുള്ള സമയത്ത് ഇതേപോലെയുള്ള വ്യാജ സർട്ടിഫിക്കറ്റുമായിട്ട് എങ്ങനെ UK എത്തിച്ചേരുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ അടുത്തുള്ളത് എങ്ങനെയാണ് വരുന്നത്. എന്തായാലും 23 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് എന്ന് പറഞ്ഞ റേഡിയോഗ്രാഫറായിട്ട് UK എത്തിയ ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സ്മിത ജോണി എന്ന് പറയുന്ന ആ ഒരു കുട്ടിക്ക് എക്സ്റേയിൽ യാതൊരു എക്സ്പീരിയൻസും ഇല്ല എന്നാണ് പിന്നീട് തെളിഞ്ഞത്. അതായത് അവിടുത്തെ നമുക്കറിയാമല്ലോ, ഇവിടെ UK ഒരു NHS ഹോസ്പിറ്റലിൽ ഏതെങ്കിലും ഒരു ജോലിക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറഞ്ഞത് ഒരു മാസത്തെയെങ്കിലും സൂപ്പർന്യൂമറി അല്ലെങ്കിൽ നമ്മുടെ മുകളിൽ ഒരാൾ നമുക്ക് പറഞ്ഞു തരാനായിട്ട്, കാര്യങ്ങൾ എല്ലാം കാണിച്ചു തരാനായിട്ട് എപ്പോഴും ഒരാളുണ്ടാവും. നമുക്കറിയാം, NHS ഹോസ്പിറ്റലൊക്കെ ജോലി ചെയ്യുന്ന നേഴ്സസിനെ സംബന്ധിച്ചിടത്തോളം അവർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവർക്ക് പിൻ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പം 2-3 മാസമൊക്കെ നമ്മൾ ആ ഒരു ജോലി ഒന്ന് ശരിയാകുന്ന വരെ നമ്മുടെ കൂടെ സൂപ്പർന്യൂമറിക്ക് ഒരു ആൾ എപ്പോഴും കാണും. നമുക്ക് എപ്പോൾ കോൺഫിഡൻസ് ഉണ്ടാകുന്ന ആ ഒരു സമയത്തായിരിക്കും നമുക്ക് പേഷ്യന്റിനെയൊക്കെ തന്ന് നമ്മളൊന്ന് ഇൻഡിപെൻഡന്റ് ആകുന്നത്. പക്ഷേങ്കിൽ ഈ വന്നിരിക്കുന്ന ആളിനെ സംബന്ധിച്ചോളം ഇപ്പോൾ ഒരു നേഴ്സായിട്ട് UK ഒരു ഹോസ്പിറ്റലിൽ വന്നിട്ട് ജോലി തുടങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് നേഴ്സിംഗ് ജോലി ഒന്നും അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ആ ഫസ്റ്റ് ഡേയിൽ തന്നെ അവർക്ക് മനസ്സിലാവും ഇതൊരു നേഴ്സ് അല്ല. കാരണം ഇവർക്ക് നേഴ്സിന്റെ ഒരു കാര്യങ്ങളും അറിയാത്ത ഒരാളെയാണ് ഈ ജോലി ചെയ്യുന്നവർക്ക് മനസ്സിലാകും. അപ്പം അങ്ങനെയുള്ള ഒരു പൊസിഷനിൽ വന്ന് ജോലി ചെയ്ത്, അതൊരു ഹോസ്പിറ്റലിലൊക്കെ വന്നിട്ട് ഒരു എക്സ്റേ യൂണിറ്റിലൊക്കെ ജോലി ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് അറിയത്തില്ലെങ്കിൽ ആ ജോലി ചെയ്യാനായിട്ട് വരുന്നവരുടെ ആ ധൈര്യം, അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷെ മലയാളികളുടെ ഇടയിൽ ഇത്രയ്ക്കും ധൈര്യമുള്ള ആൾക്കാരുണ്ടോ എന്നാണ് സംശയം. കാരണം ഇപ്പം ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാർക്ക് അത്രയ്ക്കും ധൈര്യമുള്ള ആൾക്കാരായിരിക്കും. പക്ഷെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ എക്സ്റേ പഠിച്ചിട്ടില്ലാത്ത അല്ലെങ്കിൽ ഇങ്ങനെ നമുക്കൊരു ജോലി അറിയാത്ത ഒരാൾ 23 വർഷത്തെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും കാണിച്ചുകൊണ്ട് UK ഒരു ഹോസ്പിറ്റലിൽ വന്നിട്ട് എങ്ങനെ ജോലി ചെയ്യാനായിട്ട് സാധിക്കുന്നു? നമുക്കറിയാം, ഓരോ ജോലിക്കും നമുക്ക് ആ ഒരു ജോലിയിൽ പ്രാവീണ്യമില്ല എങ്കിൽ അല്ലെങ്കിൽ ആ ഒരു ജോലി നമുക്ക് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കാരണവശാലും നമുക്ക് ആ ജോലി ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. ഇപ്പം ഇവിടുത്തെ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സ്റേ CT സ്കാൻ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു യൂണിറ്റാണ്. അവിടെ ഇഷ്ടംപോലെ ആൾക്കാരാണ് ജോലി ചെയ്യുന്നത്. അപ്പം നമുക്കതിനെക്കുറിച്ച് യാതൊരു ഐഡിയയും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ എങ്ങനെ ജോലി ചെയ്യാനായിട്ട് സാധിക്കും? ആ ഒരു ജോലിക്കായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഒന്നാമത് നമ്മൾ മലയാളികളാണ്. അപ്പോൾ ഈ കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർവ്യൂവിൽ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കാണുമായിരിക്കും, എനിക്ക് 23 വർഷത്തെ
എക്സ്പീരിയൻസ് ഉണ്ട്, എനിക്ക് ഇംഗ്ലീഷ് എൻ്റെ മാതൃഭാഷ പോലെയാണ്, എൻ്റെ ഇംഗ്ലീഷ് ഇങ്ങനെയൊക്കെ പറഞ്ഞാണ് ഇന്റർവ്യൂ ഒക്കെ നടത്തി ജോലിക്ക് ജോയിൻ ചെയ്ത്. അപ്പോൾ ആ ജോലിക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഇവർക്ക് മനസ്സിലായി ഈ കുട്ടിക്ക് ഈ എക്സ്റേയെ കുറിച്ചോ അല്ലെങ്കിൽ CT സ്കാനിനെ കുറിച്ചോ ഒന്നും ഒരു ചുക്കും അറിയത്തില്ല. അങ്ങനെ ആ ഹോസ്പിറ്റലിൽ എക്സ്റേയിലെ തന്നെ മാനേജറായിരിക്കുന്ന ഫെർണാണ്ടോ പിന്റോ എന്നറിയപ്പെടുന്ന ഒരാള് അവസാനം ആക്ട് ചെയ്തു. അദ്ദേഹം ഒരു രോഗിയാണെന്ന് ആക്ട് ചെയ്തുകൊണ്ട് എക്സ്റേ യൂണിറ്റിൽ പോയിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഹിപ്പ് എക്സ്റേ എടുക്കാനായിട്ട് ഈ ഒരു കുട്ടിയോട് പറയുകയും ഹിപ്പ് എക്സ്റേക്ക് പകരം കാൽമുട്ടിൻ്റെ എക്സ്റേ എടുക്കുകയും ചെയ്തു. അപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി ഇതെന്താണ് പറയുന്നതെന്ന് ഇവർക്ക് മനസ്സിലാവുന്നില്ല. അതേപോലെയൊക്കെ തന്നെ ഇപ്പോൾ ഹിപ്പിൻ്റെ ഒരു എക്സ്റേ എടുക്കാൻ പറഞ്ഞാൽ കാൽമുട്ടിൻ്റെ എക്സ്റേ എടുത്ത് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ ഒരു പിഴവാണ്. നമുക്കറിയാമല്ലോ, ഒരു എക്സ്റേ എടുക്കുന്നതിന് റേഡിയേഷനാണ്, അത് നമ്മുടെ ആരോഗ്യത്തിനെ വലിയ രീതിയിൽ ബാധിക്കുന്നതാണ്. അതിനുശേഷം അദ്ദേഹം ഒരു കാലിൻ്റെ എക്സ്റേ എടുക്കാനായിട്ട് പറഞ്ഞ പോലെ ഒരു കാലിൻ്റെ എക്സ്റേ എടുക്കാൻ പോലും അവർക്ക് സാധിച്ചില്ല. അങ്ങനെ അവസാനം ഹെൽത്ത് ആൻഡ് കെയർ പ്രൊഫഷണൽ കൗൺസിലേക്ക് റെഫർ ചെയ്തിരിക്കുന്നത്. ഇപ്പോഴ് അവര് സസ്പെൻഷനിലാണെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ഇങ്ങനെയൊക്കെ പ്രശ്നമായി കഴിഞ്ഞപ്പോൾ ട്രിബ്യൂണലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇവർ അവരുടെ സ്വരം മാറ്റി. ഇവർ പറയുന്നത് എനിക്ക് എക്സ്റേയിൽ എക്സ്പീരിയൻസ് ഇല്ല, എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നത് CT സ്കാനിലാണെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. നമുക്കറിയാമല്ലോ, ഇപ്പം ഈ എക്സ്റേ അല്ലെങ്കിൽ CT സ്കാനോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഏകദേശം ഒരേ സമയത്ത് തന്നെ ഒരുപോലെ പഠിക്കുന്ന കാര്യങ്ങളാണ്. നമുക്കറിയാം UK എത്തിയിട്ടുള്ള ഈ ഒരു നേഴ്സസിനെ ആണെന്നുണ്ടെങ്കിലും ഡോക്ടേഴ്സിനെ ആണെന്നുണ്ടെങ്കിലും സത്യത്തിൽ അവരെയും കൊണ്ടാണ് ഇവിടുത്തെ NHS ഹോസ്പിറ്റൽ റൺ ചെയ്യുന്നത്. കാരണം അത്രയ്ക്ക് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നേഴ്സസും ഡോക്ടേഴ്സും ഇന്ത്യൻ ഡോക്ടേഴ്സും അതുപോലെ തന്നെ ഇന്ത്യൻ നേഴ്സസും ഒക്കെയാണ് UK വിവിധ NHS ഹോസ്പിറ്റലുകളിൽ ഇങ്ങനെ അടിപൊളിയായിട്ട് ജോലി ചെയ്തു പോകുന്നത്. നമുക്കറിയാം ഇംഗ്ലീഷുകാരായിട്ടുള്ള പല ഡോക്ടർമാരും പലപ്പോഴും ഈ ഒരു നേഴ്സസിൻ്റെ കയ്യിൽ നിന്നായിരിക്കും പലപ്പോഴും അഡ്വൈസുകളും കാര്യങ്ങളും ഒക്കെ. കാരണം അവർക്ക് അറിയാവുന്നതിൽ കൂടുതൽ ജൂനിയർ ഡോക്ടർമാരൊക്കെ വന്നു കഴിയുമ്പോൾ അവർ പേഷ്യൻസിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത് അവിടെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു മലയാളി നേഴ്സ് ഉണ്ടെങ്കിൽ അവരോടായിരിക്കും. കാരണം അവർക്ക് അത്രയ്ക്ക് എക്സ്പീരിയൻസ്ഡ് ആണ്, അവർ അത്രയ്ക്ക് കാര്യങ്ങൾ ആ പേഷ്യൻറ്റിനെ കുറിച്ച് അറിയാം. അതുകൊണ്ടാണ് പല ഡോക്ടർമാരും നേഴ്സുമാരെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ നിന്നുൾപ്പെടെ മലയാളികളായിട്ടുള്ള അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് വന്നിട്ടുള്ള നേഴ്സസിനും ഡോക്ടേഴ്സിനും ഒക്കെ UK കിട്ടുന്ന വിലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം. അത്രയ്ക്ക് റെസ്പെക്റ്റാണ് ഈ ഒരു നേഴ്സിനോടും ഡോക്ടർമാരോടും ഉള്ളത്. അപ്പം അങ്ങനെയുള്ള സമയത്താണ് ഇതുപോലുള്ള പുഴുക്കുത്തുകൾ ഈ ഒരു രാജ്യത്തേക്ക് വരികയും അത് നമ്മളുടെ ഒരു ഇന്ത്യൻ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഒരു മലയാളി ആയിട്ടുള്ള ഒരാൾ വന്ന് ഇങ്ങനെ ഒരു കാര്യം ചെയ്ത് കഴിയുമ്പോൾ ഒരു മലയാളി സമൂഹത്തിന് തന്നെ അതൊരു നാണക്കേടായിട്ട് മാറുകയും ചെയ്യുന്നത്. സത്യത്തിൽ ഈ വന്ന ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതോ ഒരു ഹോസ്പിറ്റൽ റിസപ്ഷനിസ്റ്റ് ആയിട്ടെങ്ങാണ്ടാണ് 23 വർഷക്കാലം ജോലി ചെയ്തത്. അപ്പോൾ ആ ധൈര്യമാണ് നമ്മൾ അറിയേണ്ടുന്നത്. കാരണം ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാൾ UK വന്നിട്ടൊരു ഹോസ്പിറ്റലിൽ ഒരു റേഡിയോഗ്രാഫറായിട്ട്, അതായത് ഇത്രയും റിസ്കി ആയിട്ടുള്ള ഒരു ജോബ് ചെയ്യാനായിട്ട് എങ്ങനെ ധൈര്യം കാട്ടി എന്നാണ് ആർക്കും അറിയാനായിട്ട് പറ്റാത്തത്. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുന്ന ആൾക്കാർ നേരത്തെ നമ്മൾ ആലോചിക്കേണ്ടുന്ന കാര്യമാണ്. നിങ്ങൾ ഏതൊരു പ്രൊഫഷണലായാലും നിങ്ങൾ എക്സ്പീരിയൻസ്ഡ് ആണ്, നിങ്ങൾ ആ ഒരു കോഴ്സ് പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെർഫോം ചെയ്യാനായിട്ട് സാധിക്കും. അതല്ല നിങ്ങൾ വ്യാജ സർട്ടിഫിക്കറ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഇതേപോലെ കോഴ്സുകൾ ചെയ്യാം നമ്മുടെ നാട്ടിലോ അല്ലെങ്കിൽ മറ്റുള്ള ചെറിയ ചെറിയ രാജ്യങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഇതൊക്കെ നടന്നു പോകും. പക്ഷെ UK വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ പിടിക്കപ്പെടുമെന്നുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം. നിങ്ങളുടെ ഭാവി തന്നെ നശിക്കാനായിട്ട് അതൊരു കാരണമാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമ്മൾ മറ്റൊരു വീഡിയോ കാണാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വീണ്ടും നന്ദി, നമസ്കാരം.